കണ്ടല്ല, തിരുവോണ നാളില് നമ്മുടെ രമേശ് കട്ടിയെന്ന അളുവമീന്റെ തലയാണ്. 40 kg എങ്കിലും വെയിറ്റ് വരും കേട്ടോ. നമ്മുടെ രമേശിനെ കാണിച്ചു കൊടുക്കുമാറ്. രമേശ് പീസാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരുവോണ നാളില് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ കിട്ടുമെന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് തിരുവോണത്തിൽ വന്ന ഒരു നമ്മുടെ അളുവ മീനാണ് കേട്ടോ. 40 kg എങ്കിലും വെയിറ്റ് വരുമേ. അപ്പൊ അതിന്റെ പീസൊക്കെ നമ്മുടെ രമേശാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തിരുവോണത്തിന് ഏകദേശം ഒരു 4-5 മണി വരെ ചിലപ്പോൾ മീൻ കിട്ടാനായിട്ട് സാധ്യത ഉണ്ട്. നമ്മുടെ കൂട്ടുകാർ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തേക്ക് വരിക. അതിൽ അളവ് കിട്ടത്തില്ല. രമേശ്, ഇത് എത്രയാണ് അവിടുത്തെ ഈ അളവ് മീനിന്റെ വില? 2400. 2400 രൂപയോ? 2400 കിട്ടത്തില്ല കേട്ടോ. രമേശ് കള്ളം പറഞ്ഞത് 6000 സംതിങ് രൂപയെന്നാണ് പറയുന്നത്. അപ്പൊ രമേശ് പറഞ്ഞത് കള്ളത്തനമാണ്. അപ്പൊ മുള്ളും തലയൊന്നും നമ്മുടെ വിഴിഞ്ഞത്ത് കിട്ടത്തില്ല. ഫ്രഷ് മീനുകൾ മാത്രം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരിക. നമ്മുടെ CR7 ഒന്ന് കാണിച്ചു കൊടുത്തേ. ഹായ് പറ. ഓക്കെ, നമ്മൾ താഴെ വയ്ക്കാൻ പോവുകയാണ്. കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ല, അത്ര വെയിറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ തിരുവോണത്തിന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ കിട്ടുമെന്ന് ഒരുപാട് കൂട്ടുകാർ നമ്മളെ മെസ്സേജ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 വീഡിയോക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. തിരുവോണത്തിന് നമ്മുടെ ഇവിടെ ലീവോ കാര്യങ്ങളൊന്നും കാണത്തില്ല, അത്യാവശ്യം മീനൊക്കെ കിട്ടാനായിട്ട് ചാൻസൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലെ ഓഗസ്റ്റ് 25-ാം തീയതി മീനിനൊക്കെ അല്പം വിലയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ വന്ന കൂട്ടുകാർക്ക് അത്യാവശ്യം വിലയൊക്കെ കുറച്ച് മീൻ കിട്ടിക്കാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് 26-ാം തീയതി തിരുവോണ നാളിലും അത്യാവശ്യം മീനൊക്കെ ഉണ്ട് കേട്ടോ. വിലയും കുറച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ പോലെയുള്ള ഒരു അന്തരീക്ഷമല്ല. തിരുവോണ നാളിൽ ഇന്നലെയൊക്കെ വന്ന നമ്മുടെ വള്ളക്കാർക്ക് മീൻ കുറവായതുകൊണ്ട് തിരുവോണത്തിന് മീനിന് അത്രയും വിലയും കാര്യങ്ങളൊക്കെ കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വള്ളക്കാരൊന്നും പണിക്ക് പോയിട്ടില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് കണവ പണിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന അളുവ മീനാണ്. നമ്മുടെ ഇവിടെ ലേലമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. 6000 സംതിങ് രൂപ കൊടുത്തിട്ട് ഈ അളുവ മീൻ വാങ്ങിച്ചിട്ട് ഇവിടെ ചേച്ചിമാരുടെ കയ്യിലൊക്കെ കട്ട് ചെയ്യാനായിട്ട് കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇത്രയും വലിയ മീനൊന്നും കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ രമേശിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടാണ് രമേശിൻ്റെ കയ്യിൽ കൊടുത്തത്. അപ്പോൾ നമ്മുടെ രമേശിൻ്റെ കട്ടിങ്ങിൻ്റെ അഭിപ്രായങ്ങളൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. കാരണം രമേശിൻ്റെ കട്ടിങ് എന്താണെന്ന് നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്ക് അറിയാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് കൊടുത്ത ആൾക്കാരും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രമേശിൻ്റെ ആ ഒരു തല കട്ടിങ് കാണാനായിട്ട്. അപ്പോൾ അളുവ മീനിൻ്റെ തലയൊക്കെ രമേശ് എടുത്ത് കട്ട് ചെയ്യുന്ന ടൈമിന് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ചെറിയൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതനുസരിച്ചിട്ടാണ് രമേശ് കട്ട് ചെയ്യുന്നത്. തല മാത്രം തന്നെ ഏകദേശം ഒരു 7-8 കിലോ വരും കേട്ടോ. അത്രയും വലിയ സൈസ് അളുവ മീനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്നത് പോലെയല്ല, നല്ല സൈസുള്ള അളുവ മീനാണ്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് തിരുവോണ നാളിലെ മീനൊക്കെ വാങ്ങാൻ വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇന്നത്തെ ദിവസം നോക്കി വന്നാൽ മതി. കാരണം മീനൊക്കെ കുറവാണ്, അത്യാവശ്യം കണവയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.